ക്രിസ്തുമസ് ആഘോഷങ്ങൾ അർത്ഥപൂർണമാകുന്നില്ല എന്ന ചിന്തയോടെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിർവഹിച്ച് എല്ലാം നൽകുന്ന ദൈവത്തിന് പിറക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ നൽകി ഈ ക്രിസ്തുമസ് നമുക്ക് കൂടുതൽ മനോഹരമാക്കാം. സ്വാർത്ഥത വെടിയുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും നാം തയ്യാറാകുമ്പോൾ അയൽവാസികളും മറ്റ് സഹോദര ബന്ധങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഈ 2024 ക്രിസ്മസ് നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ മാർപ്പാപ്പന്മാരും പിതാക്കന്മാരും ഒക്കെ അവരെ ഒന്ന് ക്ഷണിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു സെക്രട്ടറിയോടോ അല്ലെങ്കിൽ അവരുടെ പിയോടൊക്കെ നമ്മൾ പറയുന്നല്ലേ. അപ്പൊ ഞാനും മനസ്സ് വിചാരിച്ചു ഡിസംബറിൽ ഒരു സന്ദേശം നൽകാൻ ആരെ വിളിക്കണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മഹാരാജാവ് അഗസ്റ്റസ് സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഗർഭിണിയായ നിന്നെയും കുട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്.
അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാകും. രാജകൽപ്പനയാണ്, അതെനിക്കുമറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. രക്ഷകന്റെ ജനനം അതിമനോഹരമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച കുഞ്ഞുകുട്ടികൾക്ക് ഒരു നല്ല കൈ. കുഞ്ഞുങ്ങൾ എന്തിനാ ഈ ഡ്രസ്സൊക്കെ ഇന്ന് എന്താ പ്രത്യേകത എന്നറിയാമോ? ഇതെന്നെ ഇവിടെ പരിപാടി എന്താ ആഘോഷിക്കുന്നേ? ആരെങ്കിലും ഇതിന്റെ വില ചോദിക്കുമ്പോൾ നീ ഒന്നും സംസാരിക്കരുത്. പകലിലാണ് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ നമ്മൾ മറക്കുന്നത്. അല്ലെ, ഈ ഒരു കാത്തിരിപ്പിന്റെ സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് പങ്കുവയ്ക്കലിന്റെ മനോഭാവം കുടുംബത്തിലുണ്ടാകണം. ഇപ്പൊ നിങ്ങള് എങ്ങനെയാണ് പങ്കുവയ്ക്കൽ എന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മറിയം, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് നൽകും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഈ സമൂഹം അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ മറ്റൊരുവന്റെ ശിശുവിനെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്നവളെ സ്വീകരിക്കുന്നതും ഉചിതമല്ല. രഹസ്യമായി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മഹാരാജാവ് അഗസ്റ്റസ് സീസർ പുറപ്പെടുവിക്കുന്ന രാജകൽപ്പന. എല്ലാ ജനങ്ങളും അവരവരുടെ ജന്മദേശത്തേക്ക് പോയി പേരുകൾ എഴുതി ചേർക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം അടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ബത്ലഹേമിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്.
ഗർഭിണിയായ നിന്നെയും കൂട്ടി അത്ര ദൂരം സഞ്ചരിക്കുന്നത് ഉചിതമല്ല. പേരെഴുതി ചേർക്കപ്പെടണമെന്നത് രാജകൽപ്പനയാണ്. അതനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രാജകൽപ്പനയാണ്, അതെനിക്കുമറിയാം. പക്ഷേ ശിശുവിന്റെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് ദൈവനിശ്ചയമാണ്. ശിശുവിനെ ദൈവം കാത്തുകൊള്ളും. വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു നഗരപാലകൻ ദേവനാദം കേട്ടും ആരവും തന്നെ നോക്കി ആട്ടിടയർ നടന്നു. ആരവും തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദന തന്നി വന്നു. രാജാവിരാജന്റെ പൊൻതിരുമേനി രാജകുമാരിയോടൊത്തന്നു തിങ്കൾ
അടുത്ത ഇതെന്താ ചിരിയായാണ്? അയാൾ പോക്കറ്റിൽ കൈയിട്ട് നിന്ന ഫോട്ടോ എടുക്കാൻ. ഇസ ചിരിച്ച